നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. ഇന്നത്തെ വിപണി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാജ്യാന്തര വിപണിക്ക് മുന്നിലുള്ളത് ഒട്ടേറെ പ്രതിസന്ധികൾ. റബ്ബറും കുരുമുളകും ആശങ്കയിൽ. രാജ്യാന്തര തലത്തിൽ റബ്ബർ പുതിയ ദിശ കണ്ടെത്താനുള്ള ശ്രമത്തിൽ. വിനിമയ നിരക്കിലെ പുതിയ ചലനങ്ങൾ നിക്ഷേപകരെ റബ്ബർ അവധി വ്യാപാരത്തിൽ നിന്നും അല്പം പിന്തിരിച്ചത് ജപ്പാൻ എക്സ്ചേഞ്ചിൽ ഉൽപ്പന്നത്തെ തളർത്തി. അതേസമയം റബ്ബർ കയറ്റുമതിയിൽ മുൻനിരയിലുള്ള തായ്ലൻഡിലും വിയറ്റ്നാമിലും ഉൽപ്പാദനം ചുരുങ്ങിയത് വിപണിക്ക് താങ്ങായി. ലൂണാർ പുതുവത്സരാഘോഷങ്ങൾക്ക് ചൈന ഒരുങ്ങുന്നതിനാൽ പുതിയ കരാറുകളിൽ നിന്നും അവർ വിട്ടുനിൽക്കാം. സംസ്ഥാനത്ത് പകൽ ചൂടിന് കാഠിന്യമേറുന്നത് മരങ്ങളിൽ നിന്നുള്ള പാൽ ലഭ്യത കുറച്ചു. 4ാം ഗ്രേഡ് ഷീറ്റ് കിലോ 200 രൂപയിൽ വിപണനം നടന്നു. സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും കുരുമുളക് വിളവെടുപ്പ് പുരോഗമിച്ചെങ്കിലും ഡിമാൻഡുമായി താരതമ്യം ചെയ്യുമ്പോൾ വരവ് നാമമാത്രമാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും നാടൻ മുളകിന് ആവശ്യക്കാരുണ്ട്. ലഭ്യത കുറഞ്ഞാൽ അവർ വില ഉയർത്തി കർഷകരെ വിപണിയിലേക്ക് അടുപ്പിക്കാൻ ശ്രമം നടത്താം. വിളവെടുപ്പ് നടത്തിയ കുരുമുളക് ഉണക്കി ഫെബ്രുവരി മധ്യത്തോടെ വിൽപ്പനയ്ക്ക് ഇറങ്ങാൻ ഇടയുണ്ട്. ഇതിനിടയിൽ വാങ്ങലുകാർ ഉൽപ്പന്ന വില അല്പം കുറച്ച് കിലോ 696 രൂപയ്ക്ക് ശേഖരിച്ചു. നാളികേര ഉൽപ്പന്നങ്ങളുടെ വിലയിൽ മാറ്റമില്ല. മാസാരംഭം അടുക്കുന്നതോടെ പ്രാദേശിക വിപണികളിൽ നിന്നും വെളിച്ചെണ്ണയ്ക്ക് ആവശ്യം ഉയരുമെന്ന പ്രതീക്ഷയിലാണ് മില്ലുകാർ. ഇതാണ് ഇന്നത്തെ വിപണി വിശേഷങ്ങൾ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.